ഇന്നലെ എന്നെ കാണാനായിട്ട് ഒരു 5 പേര് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്നു. അവർ എന്ന് വെച്ചാൽ അവർ 3 ഗ്രൂപ്പാണ് ഈ 5 പേരെന്ന് പറയുന്നവർ. വളരെ വലിയ കളിപ്പീര് പറ്റി വഞ്ചിതരായ ആളുകളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളതൊന്നും എനിക്ക് അന്നേരം ഒന്നും ആദ്യം മനസ്സിലായില്ല. കാരണം അപ്പോൾ അത് ഒരുപാട് പേര് ഓരോ പ്രശ്നങ്ങൾ വന്ന് പറയാറുണ്ട്. വളരെ വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചതിവും വഞ്ചനയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് ഓരോന്നും ഇങ്ങനെ വരുമ്പം മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാറുള്ളൂ. ഇതാണ് ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇതൊരു പുതിയ ഒരു പരിപാടിയാണ് ഞാൻ കേട്ടത്. ഒരു സ്ത്രീയാണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ തിരുവനന്തപുരത്തുകാരാണ്. അവർക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഏതെങ്കിലും വേണം, പണയത്തിനെടുക്കണം. അതാണ് അവരാലോചിക്കുന്നത്. ഈ പണയം എന്ന് പറയുന്ന ഏർപ്പാട് എന്തോന്നറിയാം, അത് ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഇവിടെയൊക്കെ തുടങ്ങിയത്. ഈ നോർത്തേൺ കേരളയിൽ ഇത് പ്രിവലൻ്റ് ആണ്, ഇഷ്ടം പോലുണ്ട്. ഒരു വടന കാരണം നമ്മളൊരു 10 ലക്ഷം രൂപ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മുറിയോ എങ്ങാണോ ഉള്ള ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് എങ്ങാണം നമുക്ക് പണയത്തിനായിട്ട് ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാടക കൊടുക്കണ്ട. കാരണം ഈ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് വാടകയിൽ തട്ടി കഴിക്കുന്നത് പോലെ ആ രൂപ അതിന് എടുക്കും. എന്നിട്ട് നമ്മൾ എത്ര നാളത്തേക്കാണെന്നുള്ളതിന് ഒരു എഗ്രിമെൻ്റ് എഴുതും. നമുക്കൊരു 2 വർഷത്തേക്ക് വേണമെങ്കിൽ ആ 2 വർഷം എടുത്തു. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഈ പണം നമുക്ക് തിരിച്ചു തരണം. ഇതാണ് കാരണം ഈ പണം നമുക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും ഒക്കെ പറ്റിയ ഒരു ഇടപാടായത്. കാരണം വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. കാരണം ഈ ഫ്ലാറ്റ് വിലയ്ക്ക് വാങ്ങണമെങ്കിൽ ഇതിനൊരു 50 ലക്ഷം രൂപ മുടക്കണം. അതിനൊരു 10 ലക്ഷം രൂപ കൊടുത്താൽ 2 വർഷത്തേക്ക് നമുക്ക് താമസിക്കാം, വേറെ വാടകയും വേണ്ട, ഈ വളരെ സേഫായിട്ട് അവിടെ കിടക്കാൻ. നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടേ ഈ പണവും തിരിച്ചു കിട്ടും. ഈ രീതിയിൽ ഇവർ ഈ കെട്ടിടം എടുക്കുന്നതിന് നോക്കിയപ്പോൾ ഒരു OLX എന്ന് പറയുന്നതിനകത്തുള്ള പരസ്യങ്ങൾ വന്നു ഇതിനെ സംബന്ധിച്ചു. അപ്പോൾ ഇവർ മുഴുവൻ ഈ OLX മൂലം വഞ്ചിതരായവരാണ് ഈ വന്നേക്കുന്ന 3 പേര്. ഈ 3 ഏതാണ്ട് ഒരു 300-ൽ പരം ആളുകൾ ഇതേ രീതിയിൽ കബളിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്, വഞ്ചിക്കപ്പെട്ടവരുണ്ട്. ചിലർ പിന്നെ ഇത് പുറത്ത് പറയണ്ട എന്ന് വിചാരിച്ച് നാണക്കേടായിട്ട് അങ്ങ് പോകും. ആരും എന്താ പറയുക, ഇവർ നോക്കിയപ്പോൾ OLXൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവർ വന്ന് ആ ഫ്ലാറ്റ് ഏതാണെന്ന് അവർ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നത് പോലെ ഒരാൾ താമസിക്കുന്നുണ്ട്. അത് ആരാന്നൊന്നും അറിഞ്ഞൂടെ. ചോദിച്ചപ്പം പറഞ്ഞാൽ ഇതുപോലെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഇതിൻ്റെ ഓണർ വെളിയിലാണ്, വരും, അവരാണ് ഇതിപ്പോൾ OLXലേക്ക് കൊടുക്കുക. കാരണം ഞങ്ങളെ പറഞ്ഞു വിടണമെങ്കിൽ വേറൊരാളെ അവിടെ അവർക്ക് ഇൻഡക്റ്റ് ചെയ്യുമ്പോൾ ആ പണം കിട്ടുന്ന ഉടനെ ഞങ്ങളുടെ കാശും കിട്ടി, ഞങ്ങൾക്ക് പോവുകയും ചെയ്യാം എന്നവർ പറഞ്ഞു. അങ്ങനെ ഒരു ഫ്ലാറ്റ്. ഇതേപോലെ ഈ വന്നേക്കുന്ന വേറെ പിന്നെ മനസ്സിലാവുന്നത് ഇവർ വന്നപ്പോൾ ഇതിൻ്റെ അവസാനം ലാൻഡ് ലോഡിനെ കാണണം. ലാൻഡ് ലോഡ് വന്നു. ഇവർ ആധാരത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവരുടെ പേര് ഇന്നതാണ്, ഇത് അവരുടെ ആധാർ കാർഡ് എല്ലാം കാണിച്ചു. അവർ ഐഡൻറ്റിറ്റി എല്ലാം വെളിവാക്കി എല്ലാം ചെയ്തു. എല്ലാം ചെയ്തെങ്കിൽ പോലും ഇതിൽ ഒരു കൂട്ടർ അല്പം ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്ക് എന്തോ ഒരു ചെറിയ സംശയം പോലെ തോന്നി. ഏതായാലും ഈ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുക. ഇവർ പറയുന്നതൊക്കെ അവരത് മുഴുവൻ ഇവരറിയാതെ റെക്കോർഡ് ചെയ്തു, മൊബൈലിൽ റെക്കോർഡ് ചെയ്ത്. അവരുടെ റെക്കോർഡിങ് അവരുടെ കയ്യിലുണ്ട്. കാരണം ഇത് എൻ്റെതാണ്, ഞങ്ങൾ ഇതുപോലെ എനിക്ക് ഈ ഏതാണ്ട് ഒരു 300 ഫ്ലാറ്റുകൾ എനിക്കുണ്ട്, സ്വന്തമായിട്ടുണ്ട്. ഞാനിത് പല ആളുകൾക്കും ഇതുപോലെ പണയത്തിന് കൊടുക്കാറുണ്ട് എന്നൊക്കെ ഇവർ പറയുകയാണ്. പറഞ്ഞ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെന്തായെന്നറിയോ, 10 ലക്ഷം രൂപയെ കൊടുത്ത് ഈ എഗ്രിമെൻറ്റും എഴുതി റെഡിയായി. അപ്പോൾ നിങ്ങൾ വന്നോണം വാങ്ങിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഈ ഫ്ലാറ്റ് പൂട്ടിക്കിടക്കുകയാണ് ഇവർ ചെന്നപ്പോൾ. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് തുറക്കാൻ ചെന്നപ്പോൾ ഫോൺ എടുക്കത്തില്ല. അതാണ് കാര്യം. എന്നിട്ട് ഇവരുടെ ഒരു അനുയായി ഒരെണ്ണം, ഒരു 2ാം പ്രതി ആയിട്ടുള്ള ഒരുത്തനുണ്ട്. അവനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ ഇതിപ്പോൾ പറ്റാത്തത് ഇതിൻ്റെ ഓണർക്ക് വാടക. അപ്പം നിങ്ങളല്ലേ ഇതിൻ്റെ ഓണർ? അല്ല, ഞങ്ങൾ വാടകയ്ക്ക് എടുത്തതല്ലേ. ഇവർ വേറെ നടന്ന് ഈ സ്ത്രീ നോക്കിയിട്ട് ഈ വിദേശത്തുള്ള ആളുകളെ കണ്ടുപിടിക്കും. അമേരിക്ക, അതേപോലെ യൂറോപ്പിൽ,
അതേപോലെ ഗൾഫ് കൺട്രീസിലും ഒക്കെ ഉള്ള ആളുകൾ പലയിടവും ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് ഞാൻ ഇതുപോലെ ഇവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്തേക്കാണ്, ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതുപോലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവരാ, ഇതുപോലെ ആണ് ജോലി. അപ്പം ഇത് ഇവർ വാടകയ്ക്ക് എടുക്കുക, നിങ്ങൾക്ക് വാടക തന്നുകൊണ്ടിരിക്കും മാസം, നല്ല വാടകയാണ് പറയുന്നത്. അപ്പോൾ ഈ വെളിയിലുള്ളവർ വിചാരിക്കും ആഡഡ് ആയിട്ടുള്ള ഒരു വരുമാനമല്ലേ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കും, ഈ സ്ത്രീക്ക് വാടകയ്ക്ക് കൊടുക്കും. ഈ വാടകയ്ക്ക് എടുത്തിട്ട് ഈ സ്ത്രീ ചെയ്യുന്ന പരിപാടി ഇത് അവരിൻ്റെ ഓണറാണ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഈ കള്ള റെക്കോർഡുകൾ മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം അതായത് ഇവരുണ്ടാക്കുന്ന ആധാർ കാർഡ്, അതേപോലെ തന്നെ ഈ ആധാരത്തിൻ്റെ കോപ്പി ഇല്ലേ, ആധാരത്തിൻ്റെ ഒരെണ്ണം എഴുതി വെച്ച് ഫോട്ടോ കോപ്പി എടുക്കുകയാണ്. ഇതുമെല്ലാം എഴുതി ഇതങ്ങോട്ട് എടുത്ത് റെഡിയാക്കി വെച്ച് ആ ഫോട്ടോ കോപ്പിയും വെച്ചുകൊണ്ടാണ് ഇത് എഴുതി ഇത് പല ആളുകൾക്കും ഇതേപോലെ 10 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. എന്നെ ഈ കാണാൻ വന്നതില്ല ഒരു കൂട്ടരെ എടുത്ത് ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഇത് 3 പേർക്ക് കൊടുക്കുന്നുണ്ട് ഇതുപോലെ 10 ലക്ഷം രൂപയ്ക്ക്, 3 പേർക്ക്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, 3 1 4, അപ്പോൾ 40 ലക്ഷം രൂപ ഒരൊറ്റ അടിക്ക് ഇവൾ അടിച്ചെടുത്തേക്കാണ്. എന്തുമാത്രം വലിയ ചതിവ കാണിച്ചേക്കെന്നറിയോ. എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കാനായിട്ട് പോലീസ് ചെല്ലുകയായി കേട്ടോ. ഈ 3 പേരെങ്ങനെയെങ്കിലും നിർബന്ധമായിട്ട് അവർ ചെന്ന് വഴക്കുണ്ടാക്കി അവസാനം കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസുകാർ പറയുന്നത് എന്തിനും ഒരാളുടെ അങ്ങ് എടുത്താൽ പോരെ, എടുത്തിട്ടുണ്ടല്ലോ വേറെ ആളുകളെ ഇതുപോലെ. ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്താ അവിടെ ഒരു 5-8 പേര് നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങി, പറഞ്ഞ് ഇത് തന്നെ അതാണ്ട് ഈ നിൽക്കുന്നവരെന്ന്. കാരണം ഇത് ഏതാണ്ട് ഒരു 300ഓളം ആളുകളെ ഇതുപോലെ കളിപ്പിച്ചിട്ടുണ്ട്. എത്ര കോടി രൂപ ഈ സ്ത്രീ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയാമോ. എന്നിട്ട് അവളിവിടെ ഉണ്ട്, എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് ഇവിടെ കോടതി അപ്ലൈ, അതുകൊണ്ട് പോലീസ് പറയാം അറസ്റ്റ് ചെയ്യാൻ പാടില്ല, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചേക്കാന്ന്. ഇതാണ് പോലീസിന്റെ വെർഷൻ. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചില്ലയോ എന്നല്ല നിങ്ങൾ നോക്കേണ്ട. ഒരു കേസ് വരുന്നുണ്ടേ അവിടെ മുൻകൂർ ജാമ്യത്തിന് കാണുന്നവരുടെ എല്ലാവരുടെയും അല്ലല്ലോ, ഇത് ആരെങ്കിലും ഒരാളുടെ കാര്യത്തിനല്ലേ അപേക്ഷിച്ച് വെച്ചേക്കുന്നത്, ഏതെങ്കിലും ഒരു ക്രൈമിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ അറസ്റ്റ് ചെയ്യണം, പോയി അകത്ത് പിടിച്ചിടണം, ഇവിടെ ഇറങ്ങി നടന്ന് വീണ്ടും കളിപ്പിക്കാതെ. ഇപ്പോൾ ഇവരെ വരട്ടിക്കൊണ്ടിരിക്കുക തിരിച്ച്, അങ്ങനെ ഇത് കളയും, ഇങ്ങനെ ഇത് കളയുന്നു. ഇതാണ് കാര്യങ്ങൾ, ഇതിങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാക്കനാടുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ ഈ പണയത്തിന് കൊടുത്തേക്കുന്നത് ഈ സ്ത്രീ ഇതുപോലെ ചെയ്തേക്കുന്ന മുഴുവൻ കളിപ്പീരുകളാണ്. ഞാനിത് പറയാൻ കാര്യം ആ സ്ത്രീയെ ആക്ഷേപിക്കാനൊന്നുമല്ല, ഇത് വഞ്ചിതരാകരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഒറിജിനൽ ആധാരം നിങ്ങൾ കാണാതെ ഒരിക്കലും ഇത് ഒരാളുടെയാണെന്ന് വിശ്വസിക്കരുത്. ഒറിജിനൽ ആധാരമാണെങ്കിൽ എന്താണെന്നറിയോ, അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ശരിക്കും വേണമല്ലോ. ഒരു ഫ്ലാറ്റിനൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും ശരി ഒരു 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിൽ വേണം. അങ്ങനെയുള്ള പത്രം അത് കളിപ്പിക്കാൻ ഒക്കത്തില്ല. നേരെ മറിച്ച് ഇതിൻ്റെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ എങ്ങനെ കളിപ്പിക്കുമെന്ന് ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റാമ്പ് മാത്രത്തിൻ്റെയും ഒരു കോപ്പി എടുക്കും, ഫോട്ടോ. ബാക്കിയുള്ള വെള്ള പേപ്പറല്ലേ, അതിനകത്ത് ഈ ആദ്യത്തെ പേജ് മാത്രം മതിയല്ലോ ഇവരുടെ പേര്, ഇന്നാരുടെ പേർക്ക് എന്നങ്ങ് എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൂടെ എടുത്താൽ പോരെ, കാര്യം ശരിയായില്ലേ. ഇങ്ങനെയാണിത് കബളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ കണ്ട ബംഗാളികൾ വരെ വന്നിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്നവന്മാർ ആധാർ കാർഡ് ഉണ്ടാക്കുന്നില്ലേ എന്ന് പറഞ്ഞത് മാതിരി ഇതിനൊക്കെ ഉള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കളിപ്പീര് പറ്റരുത്. ഞാനിത് പറയാൻ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാകരുത്. ഈ രീതിയിലുള്ള ഇടപാടുകൾ പോകുമ്പോൾ വളരെ നോക്കണം. നിങ്ങൾ ആധാരം ഭംഗിയായിട്ട് കാണണം, മനസ്സിലാക്കണം, അതിൻ്റെ കരമൊടുക്ക് രസീത് നോക്കണം, അതിന് വാടക പഞ്ചായത്തിലേക്ക് അല്ലെ കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റി എവിടെയാണെന്ന് വെച്ചാൽ അതിന് കരമടച്ചേക്കുന്ന അതിൻ്റെ രസീത്, അതായത് ബിൽഡിംഗ് ടാക്സ് അടച്ചേക്കുന്നുണ്ടല്ലോ, അത് കാണണം. ഇതെല്ലാം നോക്കി പരിശോധിച്ചതിന് മാത്രമേ ചെയ്യാവൂ. മാത്രമല്ല ഈ സ്ത്രീ ഇവരെ വഞ്ചിക്കാനായിട്ട് വളരെ വിശ്വാസ്യത ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ, ഞാൻ ക്യാഷ് വാങ്ങിക്കത്തില്ല, ക്യാഷ് തരരുത്, ഈ പണമൊക്കെ ബാങ്ക് ത്രൂവേ തരാവുള്ളൂ. അപ്പം ബാങ്ക് ത്രൂ ആണ് വേണ്ടത്. അവിടെ ഏതോ ഒരു കടയിൽ നിന്ന് 100 പവൻ്റെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്തേക്കുന്നത്. കാരണം സ്ത്രീയാണ്, ഡിഗ്രി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ സ്ത്രീയെ പിടിച്ച് ജയിലിൽ ഇടാൻ ഒക്കത്തില്ല. കാശ് വാങ്ങിക്കാൻ നമുക്ക് പറ്റിയല്ല. ഇവളെ വേറെ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ജപ്തി ചെയ്ത് നടക്കുള്ളൂ, അല്ലേ ഇവളെ വരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഇതൊന്നുമില്ലല്ലോ. ഇവള് ഈ സ്വർണം വാങ്ങിച്ചു വെച്ചേക്കാണ്, വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തേക്കുന്നത്.
കാരണം അത് ഈടാക്കി എടുക്കാതിരിക്കാനുള്ള മാർഗ്ഗം നോക്കുന്നത്. അതുകൊണ്ട് ക്രിമിനൽ കേസേ വെക്കൂ, ഇതിനെ അറസ്റ്റ് ചെയ്ത് വെക്കൂ. ഒരിക്കലും ജാമ്യം കൊടുക്കരുത്. ഇതുപോലെ ആളുകളെ മുഴുവൻ കബളിപ്പിക്കും, ചതിക്കും, വഞ്ചിക്കും. ഇതിൽ ഇങ്ങനെയുള്ള വഞ്ചനകളിലും ചതിവിലും പെടാതെ സൂക്ഷിക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളത്.